അത് മെഡിക്കൽ സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കിയല്ലോ, ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും, അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു. കോട്ടയത്തു നിന്നൊരു ടീം ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചു. കോട്ടയത്തു നിന്നൊരു വിദഗ്ധ സംഘം, മൾട്ടി ഡിസിപ്ലിനറി ഉള്ളൊരു വിദഗ്ധ സംഘം കൂടി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ വേണം തീരുമാനിക്കാവുന്നത്. ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം തന്നെ മെഡിക്കൽ ബുള്ളറ്റിനിലൊന്നുകൂടി വിശദീകരിക്കും. കൊണ്ടുവരുമ്പോൾ പ്രതീക്ഷിച്ച അത്രയും ഇതിലല്ല, എന്നാൽ മറ്റ് ഗൗരവമായ കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഈ സംവിധാനവും അതോടൊപ്പം തന്നെ ഇവരുടെ പരിശോധനയും പിന്നെ ഞങ്ങൾ തന്നെ ലഭ്യമാകാവുന്ന എല്ലാ വിദഗ്ധോപദേശങ്ങളും ഞങ്ങളെല്ലാവരും കൂട്ടായി തന്നെ ഇവിടെ നമുക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരുമായിട്ടുള്ള കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു ഡോക്ടർമാരുടെ സംഘം അവിടെ നിന്ന് 9 മണി കഴിയുമ്പോൾ കോട്ടയത്ത് നിന്ന് പുറപ്പെടും. അവരിവിടെ എത്തിയിട്ട് അവരും ഇവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തുടർ നടപടികൾ ആലോചിക്കും. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അത് അത്ര അഡ്വൈസബിൾ അല്ല. ഇവിടെ തന്നെ ആവശ്യമായ സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലെ വിദഗ്ധരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അവരുടെ അഡ്വൈസ് തേടിയിട്ടുണ്ട്. പിന്നെ ഈ സംഘം ഇവിടെ വന്നിട്ട് അവരും ഇത് നോക്കിയിട്ട് അവരും ഈ ഡോക്ടർമാരായിട്ട് കൺസൾട്ട് ചെയ്യും. എന്നിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അതിലേക്കൊക്കെ നമ്മളിപ്പോൾ അതൊന്നും നോക്കുന്നില്ല. ഇപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് പിന്നെ നമുക്ക് ബാക്കി പിന്നീട് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവരുടെ ആരോഗ്യം മെച്ചപ്പെട്ട് നമുക്ക് നല്ല രീതിയിൽ അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുണ്ട് എല്ലാവരും കൂടി അതിനാണ് ശ്രമിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അപ്പോൾ പരിശോധിക്കാം.